യേശു ക്രിസ്തു നാമമേ ജീവനേകും നാമമേ, യേശു ക്രിസ്തു നാമമേ ജീവനേകും നാമമേ, യേശു ക്രിസ്തു നാമമേ നവജീവമാർഗമേ, യേശു ക്രിസ്തു നാമമേ നവജീവമാർഗമേ. ജയ് യേശു, ജയ് 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 ക്രിസ്തു, ജയ് യേശു, ജയ് 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 ക്രിസ്തു, ജയ് യേശു, ജയ് 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 ക്രിസ്തു, ജയ് യേശു, ജയ് 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 ക്രിസ്തു. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, വചനം തിരുവചനം ശുശ്രൂഷയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും ഏറ്റവും സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യും. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം വിളിക്കപ്പെട്ടവർ, തിരഞ്ഞെടുക്കപ്പെട്ടവർ, വിശ്വസ്തരായി ജീവിച്ചവർ എന്നതാണ്. ഈശോ പറയുന്നത് പോലെ വിളിക്കപ്പെട്ടവർ അനേകമാണ്, തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കമാണ്. പക്ഷേ വിശ്വസ്തയോടുകൂടെ ജീവിച്ചവർ അതിലും ചുരുക്കമാണ്. അതുകൊണ്ടാണ് വെളിപാടിൻ്റെ പുസ്തകം 17-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്. വെളിപാട് 17:14, എന്തെന്നാൽ അവൻ നാഥന്മാരുടെ നാഥനും രാജാക്കന്മാരുടെ രാജാവുമാണ്, അവനോട് കൂടെയുള്ളവർ വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമാണ്. നമ്മുടെ ചോദ്യം ഞാൻ വിളിക്കപ്പെട്ടവനാണോ എന്നതല്ല, തിരഞ്ഞെടുക്കപ്പെട്ടവനാണോ എന്നതുമല്ല, ഞാൻ വിശ്വസ്തനായി ജീവിക്കുന്നുണ്ടോ എന്നതാണ്. നമ്മൾ ഈ പഠന പരമ്പരയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ദൈവം വിശ്വസ്തരെന്ന് കണക്കാക്കിയ മനുഷ്യരുടെ ജീവിതത്തെ അപഗ്രഥിക്കലാണ്. എപ്രകാരമാണ് അബ്രഹാം ദൈവത്തിൻ്റെ കണ്ണിൽ വിശ്വസ്തനായി കാണപ്പെട്ടത്, അതിൻ്റെ കാരണങ്ങൾ. എപ്രകാരമാണ് മോശ ദൈവത്തിൻ്റെ മുൻപിൽ വിശ്വസ്തനായി കാണപ്പെട്ടത്. ദാവീദ് എപ്രകാരമാണ് ദൈവത്തിൻ്റെ ഹൃദയത്തിനിണങ്ങിയ മനുഷ്യനായത്. ജോബ് എപ്രകാരമാണ് വിജയം വരിച്ചത്. തൻ്റെ സഹനങ്ങളിലും എപ്രകാരമാണ് വിശ്വസ്തയോടുകൂടെ ചേർന്ന് നിന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ കഴിഞ്ഞ 5 എപ്പിസോഡുകളിൽ ധ്യാനിച്ചത് ഏലിയ പ്രവാചകന്റെ ജീവിതത്തെയാണ്. എപ്രകാരമാണ് ഏലിയ മറ്റെല്ലാവരും ദൈവത്തെ ഉപേക്ഷിക്കുന്ന ഒരു കാലഘട്ടത്തിലും ദൈവത്തോട് കൂറുള്ളവനായി ചേർന്ന് നിന്നത്. എപ്രകാരമാണ് ഏലിയ വിശ്വാസത്തിൽ വിശ്വസ്തത കാണിച്ചത്. എപ്രകാരമാണ് ഏലിയ അനുസരിക്കുന്നതിൽ വിശ്വസ്തത കാണിച്ചത്. എപ്രകാരമാണ് ഏലിയ ദൈവത്തിൽ ആശ്രയിക്കുന്നതിൽ വിശ്വസ്തനായിരുന്നത് എന്നൊക്കെയാണ് കഴിഞ്ഞ 5 എപ്പിസോഡുകളിൽ ഏലിയയെക്കുറിച്ച് നമ്മൾ ധ്യാനിച്ചത്. ഇന്ന് ഏലിയയെക്കുറിച്ചുള്ള ഈ പുതിയ എപ്പിസോഡിൽ നമ്മൾ ധ്യാനിക്കുന്നത് എപ്രകാരമാണ് ഏലിയ പ്രാർത്ഥിക്കുന്നതിൽ സ്ഥിരതയുള്ളവനായി വിശ്വസ്തനായിരുന്നത്. അതായത് പ്രാർത്ഥിക്കുന്നതിലുള്ള വിശ്വസ്തത. പ്രാർത്ഥിക്കുന്നതിലുള്ള വിശ്വസ്തതയുടെ മറ്റൊരു പേരാണ് പ്രാർത്ഥനയിലുള്ള സ്ഥിരത എന്ന് പറയുന്നത്. നമ്മൾ വായിക്കുകയാണ് രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 17-ാം അധ്യായം 17 മുതൽ 24 വരെയുള്ള തിരുവചനങ്ങൾ. അച്ഛൻ നിങ്ങളോട് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്, ആവശ്യപ്പെടുകയാണ്. നിങ്ങളുടെ കയ്യിൽ ഒരു ബൈബിൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബൈബിൾ തുറന്ന് അച്ഛൻ വായിക്കുന്നതിൻ്റെ ഒപ്പം വായിക്കാം. അല്ലെങ്കിൽ ഒരു പേനയും പുസ്തകവും ഒക്കെ എടുത്ത് പറയുന്ന വചനങ്ങൾ നിങ്ങൾക്ക് എഴുതി വെച്ചാൽ പിന്നീട് നിങ്ങൾക്കത് വീണ്ടും എടുത്ത് വായിക്കാവുന്നതാണ്. 1 രാജാക്കന്മാർ 17 മുതലുള്ള തിരുവചനങ്ങൾ. നമുക്കറിയാം, ഇതിൻ്റെ കോണ്ടസ്റ്റ് അറിയാം. ഏലിയ പ്രവാചകൻ ഇപ്പോൾ ആ വിധവയുടെ വീട്ടിൽ, സറാഫാത്തിലുള്ള വിധവയുടെ വീട്ടിൽ താമസിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുവരെയുള്ള ക്ലാസ്സുകളാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞു നിർത്തിയത്. വിധവയുടെ വീട്ടിൽ താമസിച്ചപ്പോൾ സംഭവിച്ച അത്ഭുതം, അവളുടെ കലത്തിലെ മാവ് തീർന്നില്ല, ഭരണിയിലെ എണ്ണ വറ്റിയില്ല, അവരങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പശ്ചാത്തലത്തിൽ
ഇതാ നമ്മൾ വായിക്കുന്നു, ആ ഗൃഹനായികയുടെ മകൻ ഒരു ദിവസം രോഗബാധിതനായി രോഗം മൂർച്ഛിച്ച് ശ്വാസം നിലച്ചു. അതായത് മകൻ മരിച്ചു. അവൾ ഏലിയായോട് പറഞ്ഞു, ദൈവപുരുഷ, എന്തുകൊണ്ടാണ് അങ്ങ് എന്നോട് ഇങ്ങനെ ചെയ്തത്? മകൻ മരിച്ചതിൻ്റെ അപരാധം, ഉത്തരവാദിത്വം ഈ വിധവ അവൾ പ്രവാചകനിൽ ആരോപിക്കുകയാണ്, അല്ലെങ്കിൽ ദൈവത്തിൽ ആരോപിക്കുകയാണ്. അങ്ങാണ് ഇത് ചെയ്തത് എന്ന് പറയുകയാണ്. എന്നിട്ട് അവൾ പറയുന്നു, എൻ്റെ പാപങ്ങൾ അനുസ്മരിപ്പിക്കാനും എൻ്റെ മകനെ കൊല്ലാനുമാണോ അങ്ങ് ഇവിടെ വന്നത്? എത്ര വലിയൊരു ആരോപണമാണ് ഈ വിധവ ഈ പ്രവാചകന് നേരെ ഉന്നയിക്കുന്നതെന്ന് ഓർക്കണം. എൻ്റെ പാപങ്ങൾ അനുസ്മരിപ്പിക്കാനും എൻ്റെ മകനെ കൊല്ലാനുമാണോ അങ്ങ് ഇവിടെ വന്നത്? ഈ വിധവ മറക്കുകയാണ് ഇത്രയും നാള് അവളുടെ കലത്തിലെ മാവ് തീരാതിരുന്നത്, അവളുടെ ഭരണിയിലെ എണ്ണ വറ്റാതിരുന്നത് ഈ പ്രവാചകന്റെ സാന്നിധ്യം മൂലമായിരുന്നു, ആ ഒരു അത്ഭുതം മൂലമായിരുന്നു. പ്രവാചകൻ വരുന്ന സമയത്ത് ഏലിയായോട് വിധവ പറഞ്ഞത്, എനിക്ക് ഒരപ്പം കൂടെ ഉണ്ടാക്കാനുള്ളതേ ബാക്കിയുള്ളൂ, അത് കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ മരിക്കാൻ പോവാണ് എന്ന് പറഞ്ഞ ആളാണ് ഇപ്പോൾ അതേ പ്രവാചകനോട് പറയാണ്, അങ്ങ് മൂലമാണ് എനിക്കിപ്പോൾ ഈ ദുരന്തമുണ്ടായത്, ഒരു ദുരിതമുണ്ടായതെന്ന് പറയാണ്. അപ്പോ ഈ വിധവയുടെ മനോവിഷമം, ഹൃദയത്തിന്റെ വേദനകളിൽ നിന്ന് പറഞ്ഞതാണ് അതെന്നൊക്കെ കരുതിയിട്ട് ഏലിയ വിധവയോട് പറയുകയാണ്, നിന്റെ മകനെ ഇങ്ങ് തരിക. ഏതു മകനെ? മരിച്ചു കിടക്കുന്ന മകനെ ഇങ്ങ് തരിക. അവനെ അവളുടെ മടിയിൽ നിന്നെടുത്ത്, ഏലിയ തന്നെ എടുത്തുകൊണ്ട് പോവാണ്. ഏലിയ അവളുടെ മടിയിൽ നിന്നെടുത്ത് താൻ പാർക്കുന്ന മുകളിലത്തെ മുറിയിൽ കൊണ്ടുപോയി കട്ടിലിൽ കിടത്തി. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആ സീനൊന്ന് ഭാവനയിൽ കാണുന്നത് നല്ലതാണ്. താഴത്തെ മുറിയിൽ, ഗ്രൗണ്ട് ഫ്ലോറിലുള്ള വിധവയുടെ മുറി, അവിടെ നിന്ന് ഏലിയ പ്രവാചകൻ തൻ്റെ കരങ്ങളിലേക്ക് എടുക്കുന്നത് മരിച്ച മകനെയാണ്. മരിച്ച് തണുത്ത് മരവിച്ചുകൊണ്ടിരിക്കുന്ന ശരീരം. ആ ശരീരത്തെ എടുത്തിട്ട് ഏലിയ താമസിക്കുന്ന ഫസ്റ്റ് ഫ്ലോറിലേക്ക്, മുകളിലത്തെ മുറിയിലേക്ക് ഈ പടവ് കയറുമ്പോൾ, ഈ ഗോവണി കയറുമ്പോൾ നമുക്ക് ന്യായമായും ചോദിക്കാവുന്നൊരു ചോദ്യമുണ്ട്, എന്ത് ചെയ്യാൻ പോവാണ്? എന്ത് ചെയ്യാൻ പോവുകയാണ്? എന്ത് പ്രാർത്ഥിക്കാൻ പോവുകയാണ്? മരിച്ച കൊച്ചിന് വേണ്ടി എന്ത് പ്രാർത്ഥിക്കാനാണ് കൊണ്ടുപോകുന്നത്? കാരണം നമ്മുടെ മനസ്സിൽ ഉള്ള ഒരു കാര്യമുണ്ട്, മരണത്തോടുകൂടെ എല്ലാം തീർന്നു. അച്ഛൻ ഓർക്കുകയാണ്, ഒരു പ്രാവശ്യം ഒരു യുവാവ് അച്ഛൻ്റെ മുറിയിൽ വന്നിട്ട് അവൻ്റെ പിതാവ് അപകടത്തിൽ മരിച്ചതിനെ കുറിച്ച് പറഞ്ഞു. അച്ഛൻ അറിയാവുന്നൊരു സംഭവമായിരുന്നു. അപ്പോൾ അവൻ ആ വിഷമം പറഞ്ഞു. അപ്പോൾ പിതാവ് മരിച്ചു, അടക്കം കഴിഞ്ഞു. അവൻ വിഷമിച്ച് മുറിയിലിരുന്ന് അവൻ്റെ വേദന പറയുമ്പോൾ അച്ഛനൊരു വാക്കേ പറയാനുള്ളൂ, മോനെ പ്രാർത്ഥിക്കാം. അതിനപ്പുറം ഒന്നും നമുക്ക് പറയാനില്ല. അപ്പോൾ അച്ഛൻ അവൻ്റെ തോളത്തൊക്കെ തട്ടിയിട്ട് അവനോട് പറഞ്ഞു, മോനെ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഈ 22-23 വയസ്സുള്ള ഈ മകൻ അച്ഛനോട് പറഞ്ഞു, ഇനി എന്ത് പ്രാർത്ഥിക്കാൻ? എല്ലാം തീർന്നില്ലേ? ഇനി പ്രാർത്ഥിച്ചിട്ട് എന്ത് കാര്യം, എന്ത് കിട്ടാൻ എന്ന് ചോദിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മരണം കഴിഞ്ഞു. പക്ഷേ ഇവിടെ നമ്മൾ നോക്കണം, ഏലിയായുടെ വിശ്വാസം നോക്കണം. അതുപോലെ ഏലിയായ്ക്ക് മുമ്പ് ബൈബിളിൽ ഒരിടത്തും മരിച്ച ഒരാളെ ഉയർപ്പിച്ച ചരിത്രമില്ല. അങ്ങനെ ഒരു പ്രാർത്ഥനയില്ല, അങ്ങനെ ഒരു ചരിത്രമില്ല. ഒത്തിരിയേറെ അത്ഭുതങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള ബൈബിളിൽ ഏലിയ പ്രവാചകന് മുൻപ് മരിച്ച ഒരാളെ ഉയർപ്പിച്ച ചരിത്രമില്ല. അങ്ങനെ ഒരു ചരിത്രവുമില്ലാത്ത, ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ല. ഏലിയ കൊണ്ടുപോവാണ് ഈ കുഞ്ഞിനെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. അവിടെ കൊണ്ടുപോയി കട്ടിലിൽ കിടത്തി. അനന്തരം അവൻ ഉച്ചത്തിൽ പ്രാർത്ഥിച്ചു, എൻ്റെ ദൈവമായ കർത്താവേ, എനിക്ക് ഇടം തന്നവളാണ് ഈ വിധവ. അവളുടെ മകന്റെ ജീവൻ എടുത്തുകൊണ്ട് അവിടുന്ന് അവളെ പീഡിപ്പിക്കുകയാണോ?
ഏലിയ പ്രവാചകന്റെ പ്രാർത്ഥനയുടെ ആദ്യഘട്ടം വിധവയുടെ നന്മയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടും ദൈവം പീഡിപ്പിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടുമാണ്. വിധവയുടെ നന്മകളെ സമർപ്പിച്ച് അവൾ ഇതുവരെ ചെയ്ത ഉപകാരങ്ങൾ, അവൾ എന്നെ സംരക്ഷിച്ചവളാണ് ഈ വിധവ, അതുകൊണ്ട് ഈ മകനെ നീ ഉയർപ്പിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. പക്ഷെ ഒരു റിസൾട്ട് ഇല്ല. ഉച്ചത്തിലുള്ള പ്രാർത്ഥന അവസാനിപ്പിച്ചു, റിസൾട്ട് ഇല്ല. ഇനി എന്തു ചെയ്യും? ഏലിയ പ്രവാചകൻ ഈ കുഞ്ഞിന്റെ മീതെ കിടന്നുകൊണ്ട്, നമ്മളിങ്ങനെ വായിക്കുന്നു, പിന്നീട് അവൻ ബാലന്റെ മേൽ 3 പ്രാവശ്യം കിടന്ന് കർത്താവിനോട് അപേക്ഷിച്ചു, എൻ്റെ ദൈവമായ കർത്താവേ, ഇവന്റെ ജീവൻ തിരികെ കൊടുക്കണമേ. അൺകണ്ടീഷണലാണ്. വിധവ ചെയ്ത കാര്യങ്ങളൊന്നും പറയാനില്ല. കർത്താവേ, നിന്റെ കാരുണ്യത്താൽ ഇവന്റെ ജീവൻ തിരികെ കൊടുക്കണമേ. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് 3 പ്രാവശ്യം പ്രാർത്ഥിക്കേണ്ടി വന്നത്? 1-ാം പ്രാവശ്യം അവന്റെ മേൽ കിടന്ന് പ്രാർത്ഥിച്ചു, ഉത്തരമില്ല. 2-ാം പ്രാവശ്യം 1-ാം പ്രാവശ്യം കിടന്നതിൽ കൂടുതൽ നേരം കിടന്നിട്ടുണ്ടാവും. കിടന്ന് പ്രാർത്ഥിച്ചു, ഉത്തരമില്ല. അപ്പോൾ ഇപ്പൊ 3 വട്ടത്തെ പ്രാർത്ഥന കഴിഞ്ഞു. ഉച്ചത്തിലുള്ള പ്രാർത്ഥന, കുഞ്ഞിന്റെ മേൽ 1-ാം വട്ടം കിടന്നുകൊണ്ടുള്ള പ്രാർത്ഥന, 2-ാം വട്ടം കിടന്നുകൊണ്ടുള്ള പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. ശരിക്കും പറഞ്ഞ് 3 ഘട്ടങ്ങൾ കഴിഞ്ഞു. എന്നിട്ടും ഒരു റിസൾട്ടുമില്ല. ഏലിയ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. 3-ാം വട്ടം അവന്റെ മേൽ കിടന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇത് ഒരു അടയാളമാണ്, ഇതൊരു പ്രതീകമാണ്. സ്ഥിരതയോടുകൂടെയുള്ള പ്രാർത്ഥനയുടെ ഒരു ഉപമ കൂടെയാണ് ഈ ഏലിയായുടെ പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ എത്ര സമയം പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞിട്ടില്ല. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ കർത്താവ് ഏലിയായുടെ അപേക്ഷ കേട്ടു. അപ്പൊ അച്ഛൻ്റെ ചോദ്യം ഇതാണ്, ഏലിയ എത്ര പ്രാവശ്യം അല്ലെങ്കിൽ എന്തോരം പ്രാർത്ഥിച്ചു? പ്രാർത്ഥന കേൾക്കുന്നതുവരെ പ്രാർത്ഥിച്ചു എന്നതാണ് അതിൻ്റെ ഉത്തരം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ബർത്തമിയൂസിന്റെ കഥ വായിക്കുന്നുണ്ട്. ഈശോ ജെറീക്കോയിലൂടെ കടന്നു പോകുമ്പോൾ ബർത്തമിയൂസ് നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ്, ദാവീദിന്റെ പുത്രനായ ക്രിസ്തുവേ, എൻ്റെ മേൽ കനിവുണ്ടാകണമേ, കരുണയുണ്ടാകണമേ എന്ന് അവൻ ഉച്ചത്തിൽ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ജനക്കൂട്ടം അവനോട് പറയുന്നു, നീ മിണ്ടാതിരിക്കെന്ന് പറയുന്നു. പക്ഷെ അവൻ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു ചോദ്യം ഇവിടെ അവശേഷിക്കുന്നുണ്ട്. അവൻ എത്ര പ്രാവശ്യം വിളിച്ചു? അവൻ എത്ര നേരം വിളിച്ചു? ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഈശോ അവനെ വിളിക്കുന്നു എന്ന് അവനോട് ആളുകൾ പറയുന്നത് വരെ, അതായത് ഈശോ അവനെ വിളിക്കുന്നത് വരെ അവൻ ഈശോയെ വിളിച്ചുകൊണ്ടേയിരുന്നു എന്നതാണ്. അപ്പോൾ നമ്മൾ എത്ര പ്രാവശ്യം ഈശോയെ എന്ന് വിളിക്കണം? നമ്മൾ എത്ര കാലം പ്രാർത്ഥിക്കണം? നമ്മൾ എത്ര നേരം പ്രാർത്ഥിക്കണമെന്ന് ചോദിച്ചാൽ, ഈശോ നിന്നെ വിളിക്കുന്നത് വരെ നീ ഈശോയെ വിളിച്ചുകൊണ്ടേയിരിക്കണം. ഈ ജീവിതത്തിൽ നിന്ന് ഈശോ നിന്നെ നിത്യതയിലേക്ക് വിളിക്കുന്നതുവരെ നീ അവനെ വിളിച്ചുകൊണ്ടേയിരിക്കണം എന്നതാണ് അതിൻ്റെ അർത്ഥം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് അവൻ്റെ പ്രാർത്ഥന കേട്ടു. കുട്ടിക്ക് പ്രാണൻ വീണ്ടു കിട്ടി, അവൻ ജീവിച്ചു. ഏലിയ ബാലനെ മുകളിലത്തെ മുറിയിൽ നിന്ന് താഴെ കൊണ്ടുവന്ന് അമ്മയെ ഏൽപ്പിച്ചുകൊണ്ട്, ഇതാ നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. മനോഹരമായ ഒരു സീനാണ്. മരിച്ച കുഞ്ഞിനെയാണ് അമ്മയുടെ മടിത്തട്ടിൽ നിന്ന് ഏലിയ എടുത്തുകൊണ്ട് മുകളിലത്തെ പ്രാർത്ഥനയുടെ മുറിയിലേക്ക് പോയത്. അപ്പർ റൂം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയുടെ മുറി എന്നുകൂടെ അർത്ഥമുണ്ട്. മുകളിലത്തെ പ്രാർത്ഥനയുടെ മുറിയിലേക്ക് മരിച്ച കുഞ്ഞിനെയും കൊണ്ടുപോയ ഏലിയ ഇതാ ജീവിച്ചിരിക്കുന്ന കുഞ്ഞിനെയും കൊണ്ട് ആ പടവുകൾ ഇറങ്ങി വരികയാണ്. അവളുടെ കയ്യിലേക്ക് കുഞ്ഞിനെ കൊടുത്തു. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഈ വിധവ പറയുന്ന ഒരു ഡയലോഗുണ്ട്. എന്താണ് അവൾ പറയുന്നത്? ഏലിയ അവളോട് പറഞ്ഞു, ഇതാ നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു, അവൻ മരിച്ചിട്ടില്ല, അല്ലെങ്കിൽ അവൻ ജീവിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു.
അപ്പോൾ വിധവ പറയുകയാണ്, അവൾ ഏലിയായോട് പറഞ്ഞു, അങ്ങ് ദൈവപുരുഷനാണെന്നും അങ്ങയുടെ വാക്ക് സത്യമായും കർത്താവിൻ്റെ വചനമാണെന്നും ഇപ്പോൾ എനിക്ക് ഉറപ്പായി. എപ്പോഴാണ് അവൾ ഒരു വിശ്വാസിയായി മാറിയത് എന്നാണ് ചോദ്യം. വിധവ വിജാതീയ സ്ത്രീയാണ്. ഈ വിജാതീയ സ്ത്രീ അവൾ യഥാർത്ഥത്തിൽ ദൈവത്തിൽ വിശ്വസിക്കാൻ തുടങ്ങുന്നത്, പ്രിയപ്പെട്ടവരെ, കലത്തിലെ മാവ് തീരാതിരുന്നത് കൊണ്ടല്ല, ഭരണിയിലെ എണ്ണ തീരാതിരുന്നത് കൊണ്ടല്ല, ഇതാ മരിച്ചവന്റെ ഉയർപ്പ് കണ്ടപ്പോഴാണ് അവൾ പറഞ്ഞത്, ഞാൻ യഹോവയിൽ വിശ്വസിക്കുന്നു. വിധവയെ വിശ്വാസിയാക്കി മാറ്റിയ അത്ഭുതം എന്ന് പറയുന്നത് പുനരുദ്ധാനത്തിൻ്റെ അത്ഭുതമാണ്. പുനരുദ്ധാനത്തിൻ്റെ അത്ഭുതത്തിന് മാത്രമേ ഒരു മനുഷ്യനെ യഥാർത്ഥത്തിലുള്ള വിശ്വാസിയാക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഈശോ ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ നമ്മളുടെ വിശ്വാസം വ്യർത്ഥമാണ്. കാര്യം ശരിയാണ്, ഈശോ കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തിയിട്ടുണ്ട്, ഓക്കെ, അപ്പം വർദ്ധിപ്പിച്ചിട്ടുണ്ട്, അവൻ കടലിന് മീതെ നടന്നിട്ടുണ്ട്. പക്ഷേ ഈശോ ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ നമ്മുടെ വിശ്വാസം വ്യർത്ഥമാണ്. വിധവ യഥാർത്ഥത്തിൽ വിശ്വാസിയായി മാറുന്നത് ഈ പുനരുദ്ധാനത്തിൻ്റെ അത്ഭുതം കാണുമ്പോഴാണ്. അവൾ പറയുകയാണ്, അങ്ങയുടെ വാക്ക് സത്യമായും കർത്താവിൻ്റെ വചനമാണെന്നും അങ്ങ് ദൈവപുരുഷനാണെന്നും, അതായത് അങ്ങയുടെ ദൈവമാണ് ദൈവമെന്ന് ഞാനിപ്പോൾ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈശോയുടെ ജീവനെ കണ്ടാണ്, ഉയർത്തെഴുന്നേറ്റ ഈശോയിൽ ഹൃദയമുറപ്പിച്ചാണ് ജീവിതയാത്ര ചെയ്യുന്നതെങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ വിശ്വാസികളാണ്. നേരെ മറിച്ച് ഈ ഭൂമിയിൽ വെച്ച് ഈശോ നമുക്ക് നൽകുന്ന അവൻ്റെ ചില അനുഗ്രഹങ്ങൾ, ഭൗതികമായ അനുഗ്രഹങ്ങളെ മാത്രം എണ്ണിയാണ് നമ്മളെ വിശ്വാസം നിലനിൽക്കുന്നതെങ്കിൽ നമ്മളുടെ വിശ്വാസം മണപ്പുറത്ത് മണലിന്മേൽ വീട് പണിത ആ വ്യക്തിക്ക് സദൃശ്യമാകും. പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, കാറ്റും കോളും ഉണ്ടാകുമ്പോൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ കൂടാരം തകർന്നടിഞ്ഞു പോകും. നേരെ മറിച്ച് ഈ പുനരുദ്ധാനം എന്ന പാറപ്പുറത്താണ്, നിത്യതയെന്ന ആ പാറപ്പുറത്താണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ കൂടാരം, വിശ്വാസ ഭവനം നമ്മൾ പണിതുയർത്തുന്നതെങ്കിൽ നമ്മുടെ ഭവനം നിലനിൽക്കും. ഏലിയ പഠിപ്പിക്കുകയാണ്, സ്ഥിരതയോടുകൂടെ ജീവന്റെ മേൽ അധികാരമുള്ളവനോട് പ്രാർത്ഥിക്കുക, നിന്നെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിക്കാൻ കഴിയുന്നവനോട് പ്രാർത്ഥിക്കുക. അച്ഛനൊരു സംഭവം, 2 സംഭവങ്ങൾ അച്ഛൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. അതിലൊരു സംഭവം ഇങ്ങനെയാണ്. ഒരു കൺവെൻഷൻ ഒറീസയിൽ നടക്കുകയാണ്. ഒരമ്മ ഒരു 1.5-2 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞിനെയുമായിട്ട്, ചെറിയ കുഞ്ഞാണ്, എടുത്തുകൊണ്ട് ഓടി വരികയാണ്. അപ്പോൾ ഈ കുഞ്ഞിനെ കയ്യിലേക്ക് തന്നിട്ട് പറഞ്ഞു, കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. വലിയ ആൾക്കൂട്ടമുള്ള ഒരു കൺവെൻഷനാണ്. അപ്പോൾ കൺവെൻഷന് വേണ്ടി ഒരുക്കിയിട്ടുള്ള ബലിപീഠത്തിലേക്ക് അച്ഛൻ ഈ കുഞ്ഞിനെയും കൊണ്ടുപോയി അൾത്താരയിൽ കിടത്തി. ലിറ്ററലായിട്ട് അൾത്താരയിൽ കിടത്തി. എന്നിട്ട് ആയിരക്കണക്കിന് ജനങ്ങൾ മുമ്പിൽ നിൽക്കുന്നുണ്ട്. അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, ജനം മുഴുവനും വലിയ ശബ്ദത്തോടുകൂടെ ഈ കുഞ്ഞിന് വേണ്ടി ഏകദേശം 10-15 മിനിറ്റോളം പ്രാർത്ഥിച്ചു. അല്പസമയം കഴിഞ്ഞപ്പോൾ അച്ഛൻ ശ്രദ്ധിച്ചു, കുഞ്ഞിൻ്റെ ഈ മൂക്കിൻ്റെ ഇവിടെയൊക്കെ പ്രാണികൾ വന്നിരിക്കാൻ തുടങ്ങി. പിടിച്ചു നോക്കുമ്പോൾ കുഞ്ഞ് വീണ്ടും തണുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം മനസ്സിലായി, കുഞ്ഞിന് ജീവനില്ല. അച്ഛൻ ഈ ജീവനില്ലാത്ത കുഞ്ഞിനെയാണ് അമ്മയുടെ കയ്യിലേക്ക് തിരികെ കൊടുക്കുന്നത്. ഏലിയ ജീവനില്ലാത്ത കുഞ്ഞിനെ കയ്യിലേക്ക് മേടിക്കുകയും ജീവനുള്ള കുഞ്ഞിനെ അമ്മയ്ക്ക് തിരിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അച്ഛനെ ഈ കുഞ്ഞിനെ, ജീവനില്ലാത്ത കുഞ്ഞിനെ അമ്മയുടെ കരങ്ങളിലേക്ക് കൊടുത്തു. ഇവർക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള അറേഞ്ച്മെൻറ്റുകൾ ചെയ്തു. അവർ വീട്ടിൽ ചെല്ലുമ്പോഴേക്കും രാത്രി 8 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം ഫ്യൂണറലിന് വേണ്ടി ഒരുക്കങ്ങൾ തയ്യാറാക്കി, കുഴിയൊക്കെ എടുത്തു. പ്രിയപ്പെട്ടവരെ, പിറ്റേ ദിവസം ഈ കുഞ്ഞിനെ ഈ കുഴിയിലേക്ക്, കല്ലറയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വീട്ടിൽ നിന്ന് എടുക്കുന്ന സമയത്ത് കുഞ്ഞിലൊരു അനക്കം കണ്ടു.
ആ കുഞ്ഞ് ഇന്നും ജീവിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാവരും മരിച്ചെന്ന് വിധി എഴുതുകയും കുഴിയെടുക്കുകയും ഫ്യൂണറലിനുള്ള എല്ലാ അറേഞ്ച്മെന്റുകളും ചെയ്യുകയും ചെയ്തതാണ്. കർത്താവ് ആ കുഞ്ഞിന് വീണ്ടും ജീവനിലേക്ക് കൊണ്ടുവന്നു. പിറ്റേ വർഷത്തെ കൺവെൻഷനിൽ ആ അമ്മ ഈ കുഞ്ഞിനെയുമായിട്ട് ആൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ വർഷം അച്ഛൻ ഒറീസയിൽ കൺവെൻഷന് പോയപ്പോൾ ഈ അമ്മ വീണ്ടും ഈ കുഞ്ഞിനെയും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. സ്ഥിരതയോടുകൂടെ ഉള്ള പ്രാർത്ഥനയെക്കുറിച്ച് ഏലിയ നമ്മെ പഠിപ്പിക്കുമ്പോൾ നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടാകും. എന്തിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഈശോ പറഞ്ഞു, നിങ്ങൾ ചോദിക്കുവിൻ. എന്തിനു എൻ്റെ നാമത്തിൽ നിങ്ങൾ പിതാവിനോട് ചോദിക്കുന്നതെന്തും നിങ്ങൾക്ക് നൽകുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുള്ളവനോട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ജീവന് വേണ്ടി ചോദിക്കാം, നിത്യജീവന് വേണ്ടിയും ചോദിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ പ്രാർത്ഥനയിൽ ഏലിയ ഈശോയുടെ നിഴലായി മാറി എന്നുള്ളതാണ്. മരിച്ചവരെ ഉയർപ്പിച്ച 3 സംഭവങ്ങളാണ് ഈശോയുടെ പരസ്യ ജീവിതത്തിൽ വചനം രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിലൊന്ന് ഒരു വിജാതീയ സ്ത്രീക്കാണ്. അതായത് ആ വിധവയുടെ മകൻ മരിച്ചു. നായിൻ പട്ടണത്തിലെ വിധവയുടെ മകൻ, അവൻ്റെ അടുക്കലേക്ക് ഈശോ ചെന്ന് അവൻ ഉയർപ്പിക്കുന്ന സമയത്തൊന്ന് ഓർക്കണം, ആ അമ്മയ്ക്ക് ഈ കുഞ്ഞ് ഉയർക്കുമെന്ന് വിശ്വാസമില്ല. ആ ശവമഞ്ചം വഹിച്ചിരിക്കുന്നവർക്ക് ഈ യുവാവ് ഉയർക്കുമെന്ന് വിശ്വാസമില്ല. പക്ഷേ ഈശോയ്ക്ക് വിശ്വാസമുണ്ട്, ഇവൻ ഉയർക്കുമെന്ന്. ഇവിടെ ഏലിയ ഈ വിധവയുടെ മകന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഏലിയായിൽ പ്രദർശിപ്പിക്കപ്പെടുന്നത്, ഏലിയായിൽ കുടികൊള്ളുന്നത് ഈശോയുടെ വിശ്വാസമാണ്. അതാണ് നമ്മൾ പറഞ്ഞത്, ഈശോയുടെ പഴയ നിയമത്തിലുള്ളൊരു നിഴലായി ഏലിയ മാറുകയാണ് എന്ന്. അതുപോലെ ജൈറോസിന്റെ മകളെ ഈശോ ഉയർപ്പിക്കാൻ പോകുമ്പോൾ അവിടെയുള്ളവർ പരിഹസിക്കുകയാണ്. അവര് യഹൂദരാണെങ്കിലും ഉയർപ്പിക്കാൻ കുഞ്ഞു മരിച്ചിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ പരിഹസിക്കുകയാണ്. പരിഹസിക്കുന്നവരുടെ നടുവിൽ നിന്ന് ഈശോ കുഞ്ഞിന് ജീവൻ കൊടുക്കുകയാണ്. ആ ഈശോയുടെ നിഴലാണ് ഏലിയ. അതുപോലെ ലാസറിന്റെ കുഴിമാടത്തിന്റെ മുൻപിൽ ഈശോ നിന്നിട്ട് മർത്തായോട് പറഞ്ഞു, നീ വിശ്വസിച്ചാൽ ദൈവമഹത്വം ദർശിക്കും എന്ന് പറഞ്ഞ ആ ഈശോയെ പോലെയാണ് ഏലിയ വിധവയുടെ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും. പ്രിയപ്പെട്ടവരെ, എൻ്റെ ഇന്നത്തെ വിശ്വാസം ഈശോയുടെ വിശ്വാസത്തിൻ്റെ പ്രതിഫലനമാണോ? ഞാൻ എൻ്റെ ഉള്ളിൽ കൊണ്ട് നടക്കുന്നത് ഈശോയുടെ വിശ്വാസമാണോ? നിനക്ക് ഈശോയിൽ വിശ്വാസമുണ്ടോ എന്നല്ല ചോദ്യം, നിനക്ക് ഈശോയുടെ വിശ്വാസം ഉണ്ടോ എന്നാണ് ചോദ്യം. ഉണ്ടെങ്കിൽ കർത്താവ് നിനക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യും. വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും. സ്ഥിരതയോടുകൂടെ പ്രാർത്ഥിച്ചാൽ നിനക്ക് പ്രാർത്ഥനയുടെ ഫലങ്ങൾ തീർച്ചയായും ലഭിക്കും. നമ്മൾ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ്. ഏലിയായുടെ സ്ഥിരതയുള്ള പ്രാർത്ഥനയുടെ മറ്റൊരു ഭാഗം അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. നമുക്ക് കണ്ണുകളടക്കാം. സാധിക്കുന്നവർ ആയിരിക്കുന്ന ഇടങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് വലിയ വിശ്വാസത്തോടുകൂടെ കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ച് നൽകണമേ. ഞങ്ങളുടെ അല്പവിശ്വാസത്തെ ആഴമുള്ള വിശ്വാസമാക്കി മാറ്റണമേ. ഈശോയെ, അങ്ങയുടെ വിശ്വാസം പോലെ മരിച്ചവർക്ക് വീണ്ടും ജീവൻ നൽകാൻ കഴിയും എന്ന് വിശ്വസിക്കുന്ന ആ വിശ്വാസം, മനുഷ്യന് അസാധ്യമായത് കർത്താവേ അങ്ങേക്ക് സാധ്യമാണെന്ന ആ ഉറപ്പുള്ള വിശ്വാസത്താൽ ഞങ്ങളുടെ ഹൃദയത്തെ ബലപ്പെടുത്തണമേ.
ഹാലേലുയ, ഹാലേലുയ, ഹാലേലുയ. ഏലിയ പ്രാർത്ഥിച്ചതുപോലെ സ്ഥിരതയോടുകൂടെ പ്രാർത്ഥിക്കാൻ, ഭഗ്നാശരാകാതെ പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഹാലേലുയ, ഹാലേലുയ, ഹാലേലുയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹാലേലുയ, ഹാലേലുയ, ഹാലേലുയ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.